Hi everyone, this is Jobin Kuryakos. കരിയർ ഗൈഡൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഓടി വരുന്നുണ്ടല്ലേ. വിച്ച് ഈസ് ദ ബെസ്റ്റ് കരിയർ? ഏതാണ് ഏറ്റവും നല്ല കരിയർ? നമ്മുടെ മനസ്സിൽ തോന്നുന്നത് ഒരു പേപ്പറും പേനയും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പേപ്പറും പേനയും എടുക്കാം. നമുക്കൊരു ക്ലാസ് ആയതുകൊണ്ട് എപ്പോഴും ഒരു പേപ്പറും പേനയും കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. വിച്ച് ഈസ് ദ ബെസ്റ്റ് കരിയർ? ഏറ്റവും നല്ല കരിയർ ഏതാണെന്ന് ഒന്ന് നോട്ട് ചെയ്യാമോ? ഇതൊന്നു നിങ്ങൾ നോട്ട് ചെയ്തു എന്ന്. ഇപ്പോൾ ചിലവര് ഡോക്ടർ എന്ന് നോട്ട് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ കളക്ടർ എന്ന് നോട്ട് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ പൈലറ്റ് എന്ന് നോട്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഒരുപാട് മേഖലകളിലൂടെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് കരിയർ ഓപ്ഷൻസ് മുമ്പിൽ വന്നിട്ടുണ്ടാവും. സത്യത്തിൽ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു കരിയർ അവിടെ എഴുതാനുണ്ടായ സാഹചര്യം? അല്ലെങ്കിൽ വാട്ട് കരിയർ ആർ യു പ്ലാനിങ് ടു പെർസ്യൂ? നിങ്ങൾ ഏത് കരിയർ ആണ് ചൂസ് ചെയ്യാൻ പോകുന്നത്? എന്തായിരിക്കും അതിന്റെ കാരണം? ഇപ്പൊ നിങ്ങൾ അവിടെ ഒരു കരിയർ എഴുതിയത് എന്ത് സ്കില്ല് നിങ്ങൾക്കുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഏത് ആ കരിയർ ചൂസ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ടാണ് ഈ കരിയർ ചൂസ് ചെയ്തത്? ഞാൻ ആദ്യം പറഞ്ഞു എല്ലാവരോടും പേപ്പറും പെൻ എടുക്കാൻ. ഞാൻ പറഞ്ഞ ഒരു ആക്ടിവിറ്റി നിങ്ങളൊന്ന് ജസ്റ്റ് ചെയ്യുക. എല്ലാവരും റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ സ്വന്തം സിഗ്നേച്ചർ ഒന്ന് ഒരു പേപ്പറിൽ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ചു നമ്മുടെ സ്വന്തം സിഗ്നേച്ചർ ജനിച്ചപ്പോൾ തൊട്ട്, അല്ലെങ്കിൽ നമ്മളൊരു പ്രായമായപ്പോൾ തൊട്ട്, സിഗ്നേച്ചർ ചെയ്യേണ്ടുന്ന പ്രായമായപ്പോൾ തൊട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തു വരുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ സ്കില്ലും നമ്മുടെ ഇന്റലിജൻസും നമ്മുടെ ടേസ്റ്റും അനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത, സ്ഥിരമായി നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ സിഗ്നേച്ചർ റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ച് നമ്മൾ ചെയ്തു. എല്ലാവരും ചെയ്തല്ലോ. ഇനി ആ പെന്ന് നെക്സ്റ്റ് ലെഫ്റ്റ് ഹാൻഡിലേക്ക് ഒന്ന് മാറ്റി പിടിക്കുക. ഇപ്പോ നമ്മൾ ചെയ്ത നമ്മുടെ സിഗ്നേച്ചർ ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ചൊന്ന് ചെയ്യാമോ? ജസ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ചൊന്ന് ചെയ്തു. സീ ദ ഡിഫറൻസ്. നമ്മൾ ഒരു പ്രായമായപ്പോൾ തൊട്ട് നമ്മൾ ശീലിച്ചു വന്ന നമ്മുടെ സിഗ്നേച്ചർ റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ച് നമ്മുടെ ബ്രെയിൻ, നമ്മുടെ സ്കിൽ, നമ്മുടെ ഇന്റലിജൻസ് എല്ലാം ശരി തന്നെയാണ്. റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ച് നമ്മൾ ചെയ്ത നമ്മുടെ സിഗ്നേച്ചർ ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ബേസിക് ആയിട്ട് എന്താണ് ഇതിന്റെ കാരണം? നമ്മുടെ വലത് കൈക്ക് ചെയ്യാൻ പറ്റുന്ന, റൈറ്റ് ഹാൻഡിന് ചെയ്യാൻ പറ്റുന്ന കാര്യം ലെഫ്റ്റ് ഹാൻഡിന് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഇതുപോലെ തന്നെയാണ് ഓരോ കരിയറും. ഡോക്ടർ എന്ന കരിയർ എനിക്ക് വളരെ എക്സലന്റ് ആയി ചെയ്യാൻ കഴിയായിരിക്കാം, പക്ഷെ എൻ്റെ അനിയനോ എൻ്റെ ഫ്രണ്ടിനോ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. കളക്ടർ, ആ ഒരു കരിയർ ഓപ്ഷനിൽ എൻ്റെ തൊട്ട അടുത്ത വീട്ടിലെ കുട്ടി കളക്ടർ പോസ്റ്റിലേക്ക്, അല്ലെങ്കിൽ ഒരു സിവിൽ സർവീസ് എഴുതി പാസ്സായി ആ ഒരു പോസ്റ്റിലേക്ക് പോയിരിക്കാം എന്ന് വിചാരിച്ച് ഞാൻ ആ കരിയർ ചൂസ് ചെയ്യണമെന്നുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ പാരൻസ് പറഞ്ഞു ഡോക്ടർ ആയാൽ മതി, നിനക്ക് ഫുൾ A+ ഉണ്ട്, നീ ഡോക്ടർ ആയാൽ മതി, അല്ലെങ്കിൽ നീ ആർക്കിടെക്റ്റ് ആയാൽ മതി, അല്ലെങ്കിൽ നീ പൈലറ്റ് ആയാൽ മതി. സത്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്കില്ല്, നമ്മുടെ ഇന്റലിജൻസ്, നമ്മുടെ ഇൻട്രസ്റ്റ്, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ്, ഇതെല്ലാം സ്യൂട്ടാവുന്ന മേഖലയിലേക്ക് നമ്മുടെ കരിയർ ചൂസ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും, പ്രത്യേകിച്ച് പഴഞ്ചൊല്ലുകളിലൊക്കെ പറയുന്നത് പോലെ എല്ലാ വിത്തും എല്ലാ മണ്ണിലും മുളയ്ക്കില്ല എന്ന് പറയും. ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, പ്രത്യേകിച്ച് കോട്ടയം ഭാഗത്തേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് റബ്ബർ മരങ്ങൾ ധാരാളമുള്ള ഏരിയയാണ് കോട്ടയം. അതേ സ്ഥാനത്ത് പാലക്കാട് ഭാഗത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ
നെൽവയലുകളും തെങ്ങുകളും ഒരുപാടുള്ള സ്ഥലമാണ്. ആ മണ്ണിന്റെ വ്യത്യാസമാണ് കോട്ടയം ഭാഗത്ത് നല്ല രീതിയിൽ റബ്ബർ പ്ലാന്റേഷൻ നടക്കുമ്പോൾ പാലക്കാട് ഭാഗത്ത് നെൽവയലുകളും തെങ്ങുകളും വളരുന്നത്. അതുപോലെ തന്നെ മൂന്നാർ സൈഡിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ടീ എസ്റ്റേറ്റ്സ് കാണാം. അപ്പൊ ഈ ഓരോ മണ്ണിനും അതിൻ്റെതായ വ്യത്യാസമുണ്ട്, അവിടെ വളരുന്ന വൃക്ഷങ്ങൾക്കും വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെയാണ് ഓരോ കരിയറിനും അതിന് പറ്റുന്ന കുറെ ഇന്റലിജൻസും അതിന് പറ്റുന്ന സ്കില്ലും അതിന് പറ്റുന്ന ആപ്റ്റിറ്റ്യൂഡും ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ഇന്റലിജൻസ് ഏതാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. അതിനനുസരിച്ച് വേണം നമ്മൾ ഏത് കരിയർ ചൂസ് ചെയ്യുന്നു എന്ന് നോക്കാൻ. ഹവാർഡ് ഗാർണർ എന്ന അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ഡെവലപ്പ് ചെയ്ത മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആണ്. ഈ 9 മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആണ് എല്ലാ വ്യക്തിയിലും ഉള്ളത്. നമ്മൾ ഓരോരുത്തരിലുമുണ്ട് ഈ 9 മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. ഈ 9 മൾട്ടിപ്പിൾ ഇന്റലിജൻസിൽ അതിന്റെ ഗ്രാഫിന് ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ചിലവരിൽ വിഷ്വൽ ഇന്റലിജൻസ് ഭയങ്കര ഹൈ ആയിരിക്കാം, ചിലവരിൽ ലോജിക്കൽ ഇന്റലിജൻസ് ഭയങ്കര ഹൈ ആയിരിക്കാം, ചില വ്യക്തികളിൽ നല്ല കൈനസ്തെറ്റിക് ഇന്റലിജൻസ് ഉള്ള വ്യക്തികളായിരിക്കാം, ചില വ്യക്തികൾ നല്ല വെർബൽ ഇന്റലിജൻസ് ഉള്ള വ്യക്തികളായിരിക്കും, ചിലവരുടെ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആയിരിക്കും കൂടുതൽ, മറ്റു ചിലർക്ക് ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് ആയിരിക്കാം കൂടുതൽ. അങ്ങനെ വ്യത്യസ്തമായ 9 ഇന്റലിജൻസ് എല്ലാ വ്യക്തികളിലും ഉണ്ട്. ഈ 9 ഇന്റലിജൻസിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന 3 ഇന്റലിജൻസ് ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്ന കരിയർ ഓപ്ഷൻസ്, അതിന്റെ ആ ഇന്റലിജൻസിന്റെ കോമ്പിനേഷൻസ്, അതോടൊപ്പം തന്നെ പേഴ്സണാലിറ്റിയും സ്കില്ലും എല്ലാം വേണമെങ്കിലും ഈ ഇതിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന 3 ഇന്റലിജൻസിന്റെ കോമ്പിനേഷൻസ് വെച്ച് നമുക്ക് ഏത് ജോബ് അല്ലെങ്കിൽ ഏത് കരിയർ ചൂസ് ചെയ്യാമെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അത് ഈ ടോപ്പ് ഇന്റലിജൻസ് ആണ് നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഹാപ്പിനെസ്സോട് കൂടി ഒരു കരിയറിൽ മുമ്പോട്ട് പോകാൻ സാധിക്കുക. വരും ക്ലാസ്സുകളിൽ ഒറ്റ ക്ലാസ്സിൽ തന്നെ എല്ലാം കൂടെ നമുക്ക് കൊണ്ടുപോയാൽ ബുദ്ധിമുട്ടാവും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ഓരോ ഇന്റലിജൻസും എന്താണ് എന്നും ആ ഇന്റലിജൻസിന് പറ്റുന്ന കരിയർ ഓപ്ഷൻസ് ഏതാണ് എന്നും ഓരോ ഇന്റലിജൻസ് ഉള്ളവർക്കുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നും അനലൈസ് ചെയ്യുകയും അത് പഠിക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രോ പാർട്ട് മാത്രമാണ് കവർ ചെയ്തത്. അപ്പോൾ നമുക്ക് കരിയർ ചൂസ് ചെയ്യുമ്പോൾ എല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, എല്ലാ കരിയറും എല്ലാവർക്കും സ്യൂട്ട് ആവില്ല എന്നുള്ളത്. ഓക്കെ, then see you, bye.